നമുക്ക് കാണാൻ സാധിക്കുന്നത് സന്നിധാനത്ത് പരിശോധന തുടരുകയാണ്. SIT സംഘം പരിശോധന നടത്തി വരുന്നു. തെളിവെടുപ്പ് തുടരുകയാണ്. കട്ടിളപ്പാളികൾ ഇളക്കിയുള്ള പരിശോധനയാണ് നടന്നു വരുന്നത്. മിഥുൻ, അവിടെ നമുക്ക് കാണേണ്ടത് ഇപ്പോൾ ഭക്തർക്ക് അവിടെ നിയന്ത്രണമുണ്ടല്ലോ, മറ്റ് സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? കാരണം രാവിലെ മുതൽ ഭക്തർ ജനം TV-യോട് തുറന്നു പറഞ്ഞതാണ് 14 മണിക്കൂറോളം ക്യൂവിൽ നിന്നു, പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് വളരെ മോശമായ പെരുമാറ്റമുണ്ടായി എന്നെല്ലാം അവർ പറയുന്നുണ്ട്. വെള്ളമില്ല, വെളിച്ചമില്ല, അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ പരിശോധന കൂടിയാകുമ്പോൾ അവർക്ക് കൃത്യമായ സജ്ജീകരണം അവിടെ ഒരുക്കിയിട്ടുണ്ടോ വിശ്രമിക്കാനും മറ്റും? കാരണം എത്രത്തോളം സമയമാണ് ഇങ്ങനെ നിൽക്കാൻ സാധിക്കുക? ദേവിക, 3 മണിക്കാണ് ഇനി നട തുറക്കുന്നത്. 3 മണിക്ക് നട തുറക്കുന്ന സമയത്തുള്ളിൽ തന്നെ ഈ പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. സന്നിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭക്തർ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്നു. കുട്ടികളടക്കമുള്ള ഭക്തജനങ്ങൾ ധാരാളമായി എത്തുന്നുണ്ട്. 3 മണിക്ക് തന്നെ പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. പൂർത്തിയാക്കിയാൽ മാത്രമേ ദർശനം സുഗമമായി സാധ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ സമയം ഈ പരിശോധനയ്ക്ക് വേണ്ടി ഭക്തജനങ്ങളെ മാറ്റി നിർത്തുകയാണെങ്കിൽ അതിനും കൂടുതൽ സമയം ഭക്തജനങ്ങൾക്ക് വിവിധ ഇടങ്ങളിൽ കാത്തു നിൽക്കേണ്ടി വരും. മണിക്കൂറോളം കാത്ത് കിടക്കേണ്ടി വരും. ആ ഒരവസ്ഥ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ 1 മണിക്കൂറോളം കാത്ത് കിടക്കേണ്ടി വരും. ആ ഒരവസ്ഥ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ 1 മണി മുതൽ വരെയുള്ള നടയടച്ചിരിക്കുന്ന സമയത്ത് ഈ കട്ടിളപ്പാളിയിലും ദ്വാരപാലക ശില്പത്തിലും ഒപ്പം സ്വർണം, ചെമ്പ് തുടങ്ങിയ ലോഹ അംശങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധന നടത്തുന്നതിന് വേണ്ടി തന്ത്രി അനുവാദം നൽകി. തന്ത്രിയുടെ അനുജ്ഞാ പ്രകാരം ഈ പരിശോധന ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങളാണ് ശബരിമലയിൽ നിലനിൽക്കുന്നത്. ഈ മണ്ഡലകാലത്തിന് നട തുറന്ന ആദ്യ ദിവസം തന്നെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളിലടക്കം പ്രശ്നം നേരിട്ടു. ഗുരുതരമായിട്ടുള്ള പരാതികൾ ഭക്തരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. രാവിലെ മുതൽ തന്നെ നമ്മൾ അതെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. നമ്മൾ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക്, ഭക്തജനങ്ങളിലേക്ക്, മറ്റ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഭക്തജനങ്ങളുടെ പ്രശ്നങ്ങൾ, ശബരിമലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എത്തിക്കുന്നത്. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് സോപാനത്തിന് സമീപത്തേക്ക് പോകുന്നതിന് നിയന്ത്രണമുണ്ട്. ഇപ്പോൾ ഫ്ലൈ ഓവറിന് സമീപത്ത് നിന്നുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ നമ്മൾ പകർത്തുന്നത്. ഈ തവണ മുതലാണ് ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്, കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലമുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് ഈ സോപാനത്തിന് സമീപത്തേക്ക് എത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് സോപാനത്തു നിന്നും മുഴുവൻ ക്യാമറകളെയും ഒഴിപ്പിച്ചുകൊണ്ട്, മാധ്യമങ്ങളെയും ഒഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. ഇതിന് മറ്റൊരു പശ്ചാത്തലം ഈ സ്വർണ്ണക്കവർച്ച കേസിൻ്റെ അന്വേഷണം, ഈ പരിശോധനകൾ, ഈ SIT സംഘം ഇവിടെയുള്ള ദിവസങ്ങൾ ഈ SIT സംഘം ഈ ശ്രീകോവിലിൽ പരിശോധന നടത്തുന്നത് അതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ഈ ശ്രീകോവിലിൻ്റെ ഭാഗത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതും പ്രധാന വസ്തുതയായി നിലനിൽക്കുന്നു. അങ്ങനെ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പോലും മറ്റു മാധ്യമങ്ങൾ ശബരിമല സന്നിധാനത്ത് ഭക്തജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെപ്പറ്റി ശബ്ദമുയർത്താതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് ഭക്തജനങ്ങളുടെ ശബ്ദമായി പുറത്തേക്ക് എത്തിക്കാതിരിക്കുമ്പോഴാണ് ജനം TV രാവിലെ മുതൽ തന്നെ ഇന്നലെയും ഇന്നുമായി ഭക്തജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഭക്തജനങ്ങളുടെ പക്ഷം ചേർന്നുകൊണ്ട് ഭക്തജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പ്രേക്ഷകരിലേക്ക്, ലോകത്തേക്ക് വിളിച്ചു പറയുന്നത്, അധികാരികളിലേക്ക് വിളിച്ചു പറയുന്നത് എന്നുള്ളതാണ്. നമ്മൾ മാത്രമാണ് ഇത്തരത്തിൽ ഭക്തജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം തുറന്നു പറയാവുന്ന ഏക മാധ്യമം എന്നുള്ളതാണ്, സന്നിധാനത്തെ ഏക മാധ്യമം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. മാധ്യമ നിയന്ത്രണം ഉൾപ്പെടെ സന്നിധാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പോലും മറ്റു മാധ്യമങ്ങൾ ഈ ശബരിമല സന്നിധാനത്ത് ഭക്തജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. അങ്ങനെ പറയുന്ന ഏക മാധ്യമം ജനം TV മാത്രമാണ്. ഇപ്പോൾ ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റിവിടുന്നുണ്ട്. 18-ാം പടി കയറ്റി ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഫ്ലൈ ഓവറിന് സമീപത്ത് ഭക്തജനങ്ങളുണ്ട്. 3 മണിക്ക് നട തുറക്കും. നട തുറക്കുന്ന സമയം തന്നെ ദർശനം നടത്തുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുണ്ട്. ആ സമയത്തിനുള്ളിൽ തന്നെ, ഭക്തജനങ്ങൾ വന്നു തുടങ്ങുന്ന ആ സമയത്തിനുള്ളിൽ തന്നെ ഈ പരിശോധന പൂർത്തിയാക്കിയാൽ മാത്രമേ ഉള്ളൂ സുഗമമായ ദർശനം ഇനിയുള്ള മണിക്കൂറുകളിൽ ഭക്തജനങ്ങൾക്ക് സാധ്യമാകൂ. അതുകൊണ്ട് വളരെ വേഗത്തിലുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വിലയിരുത്തലുകൾ നേരത്തെ തന്നെ നടത്തിയിട്ടുള്ളതാണ് SIT സംഘം. ഏത് ഭാഗത്ത് നിന്ന് സ്വർണ്ണങ്ങൾ എടുക്കണം, ചെമ്പ് ഏത് ഭാഗത്ത് നിന്ന് ശേഖരിക്കണം, സ്വർണ്ണപ്പാളിയിൽ എത്രത്തോളം പരിശോധന ആണ് വേണ്ടത്, എത്ര സമയം ഇതിന് വേണ്ടി വരും, എത്ര വിദഗ്ധർ അടങ്ങുന്ന സംഘമാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ വിലയിരുത്തലുകൾ ഇന്നലെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇന്ന് പരിശോധനയ്ക്ക് വേണ്ടി പ്രത്യേക സംഘം സോപാനത്തിങ്കലിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 3 മണിക്കുള്ളിൽ ഈ പരിശോധന പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൃത്യം 3 മണിക്കുള്ളിൽ തന്നെ പരിശോധന പൂർത്തിയാക്കുകയാണെങ്കിൽ കൃത്യം 1 മണിക്ക് തുടങ്ങിയ പരിശോധന 2 മണിക്കൂർ കൊണ്ട് പരിശോധന പൂർത്തിയാക്കി ഈ അന്വേഷണത്തിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് ഈ SIT സംഘം, പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടതാണ്. അത്ര കൃത്രിമത്വം ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ടായി, ദ്വാരപാലക ശില്പത്തിൽ ഉണ്ടായി. ദ്വാരപാലക ശില്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊണ്ടുപോയി തിരികെ
ഇപ്പോൾ എത്ര മാത്രം മൂല്യത്തിൽ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത്, എന്തൊക്കെ മാറ്റങ്ങൾ, കൃത്രിമത്വം, മായം ഉണ്ടായിട്ടുണ്ട്. വിജയ് മല്യ 24 ക്യാരറ്റിൽ സമർപ്പിച്ച ആ സ്വർണം പൊതിഞ്ഞ ഭാഗങ്ങളിൽ പരിശോധന നടത്തുമ്പോൾ അതിൽ എത്രമാത്രം മൂല്യത്തിൽ മാറ്റമുണ്ടായി, അളവിൽ എത്ര അപഹരണം ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ കട്ടിളപ്പാളികൾ ഇളക്കി മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. കട്ടിളപ്പാളികൾ മാറ്റിക്കൊണ്ടുള്ള ഒരു പരിശോധന, അതിൽ ആ ഘട്ടത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. നമുക്കിപ്പോൾ തത്സമയം ദൃശ്യങ്ങളിൽ കാണാം. ഈ കട്ടിളപ്പാളികൾ ഇളക്കി മാറ്റിക്കൊണ്ടുള്ള സാമ്പിൾ ശേഖരണം നടക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കട്ടിളപ്പാളികളിൽ നിന്നുള്ള പരിശോധന, കട്ടിളപ്പാളികൾ മാറ്റി എടുത്തുകൊണ്ട്, ഇളക്കി എടുത്തുകൊണ്ട് അതിൽ നിന്നുള്ള പരിശോധന നടക്കുന്നു. ഈ കട്ടിളപ്പാളികളടക്കമുള്ള മുഴുവൻ ഭാഗങ്ങളും വിജയ് മല്യ 1998 സ്വർണം പൊതിഞ്ഞതാണ്. ആ ഭാഗങ്ങളാണ് പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലേക്കും കർണാടകയിലേക്കും ഒക്കെ കൊണ്ടുപോയി സ്വകാര്യ പ്രദർശനങ്ങൾ നടത്തി അതിൽ മാറ്റം വരുത്തി സ്വർണ്ണ അപഹരണം നടത്തി എന്ന് പറയുന്നത്. ആ സ്വർണ്ണ അപഹരണം എത്രത്തോളമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിൽ വ്യക്തത വരുത്തേണ്ടത് ആവശ്യമാണ്. ഭക്തജനങ്ങൾ ഉയർത്തുന്ന ചോദ്യമാണ് അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, ഹൈന്ദവ സംഘടനകൾ ഉയർത്തുന്ന ചോദ്യമാണ്. ആ സംശയങ്ങൾ നിലനിൽക്കുന്നു. അതിലൊക്കെ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കട്ടിളപ്പാളികൾ ഇളക്കി മാറ്റിക്കൊണ്ടുള്ള പരിശോധന നടക്കുന്നത്. ശബരിമല ശ്രീകോവിലിലെ കട്ടിളപ്പാളികളിൽ നിന്നുള്ള സാമ്പിൾ ശേഖരണം നടക്കുന്നതിൻ്റെ തത്സമയ കാഴ്ചകൾ, ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. ഇനിയുള്ളത് ഈ ദ്വാരപാലക ശില്പമാണ്. ഇടവും വലവും ശ്രീകോവിലിൻ്റെ 2 ഭാഗങ്ങളിലായി ദ്വാരപാലക ശില്പങ്ങൾ ഉള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈയിടെയാണ് കൊണ്ടുപോയി വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. ഈ സംഭവമെല്ലാം പുറം ലോകം അറിഞ്ഞത് ഈ ദ്വാരപാലക ശില്പം കടത്തിക്കൊണ്ടു പോയതോടെയാണ്. ഈ ദ്വാരപാലക ശില്പത്തിൽ നിന്നുള്ള ഈ സ്വർണ്ണശേഖരണമാണ് ഇനി അവസാന ഘട്ടത്തിൽ വേണ്ടത്. അതാണ് ഇനിയുള്ള ഘട്ടത്തിൽ ഉണ്ടാവുക. അതോടുകൂടി 3 മണിയോടുകൂടി ഈ സാമ്പിൾ ശേഖരണം, ഈ ദ്വാരപാലക ശില്പത്തിൽ നിന്നുള്ള സ്വർണ്ണ സാമ്പിൾ എടുക്കുന്നതോടുകൂടി ഈ സാമ്പിൾ ശേഖരണം പൂർത്തിയാവുകയും ചെയ്യും. ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി സ്വർണ്ണത്തിലുണ്ടായിരിക്കുന്ന മൂല്യവ്യത്യാസം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധന 3 മണിയോടുകൂടി ഇനി ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും ഈ സാമ്പിൾ ശേഖരണം നടക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. കട്ടിളപ്പാളിൽ നിന്നുള്ള സാമ്പിൾ ശേഖരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തുന്നതിന് പ്രത്യേക അന്വേഷണ സംഘം ശശിധരൻ IPS സംഘത്തലവൻ്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അതിലേക്ക് കൂടുതൽ ആളുകൾ ഉൾപ്പെടുന്നതിന് ഈ ശാസ്ത്രീയ തെളിവുകൾ അനിവാര്യമാണ്. ഒപ്പം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന പ്രതികളുണ്ട്. മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അടക്കമുള്ള സുഭാഷ്, മറ്റു പ്രതികൾ വാസു അടക്കമുള്ള ദേവസ്വം ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ആ ആളുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന മൊഴികൾ, കൂടുതൽ സമയമെടുത്തുള്ള ചോദ്യം ചെയ്യലുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പ്രത്യേക അന്വേഷണ സംഘം പ്രതികൾക്ക് മുൻപിൽ നടത്തിയത്. അപ്പോൾ അവരിൽ നിന്നും കൃത്യമായിട്ടുള്ള ചില വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്, പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഭാഗത്ത് മായം, കൃത്രിമത്വം നടത്തിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ചില വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങളുമായി ചേർത്ത് വെക്കുന്നതിന് തെളിവുകൾ ആവശ്യമാണ്. ആ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളതിന് ശാസ്ത്രീയ തെളിവുകൾ ആകുമ്പോൾ പ്രഥമ പരിഗണന നൽകുന്നു. ആ പ്രഥമ പരിഗണനയോടുകൂടി ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തുമ്പോൾ അത് അന്വേഷണത്തിൽ നിർണായകമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ നിർണായക തെളിവ് ശേഖരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കട്ടിളപ്പാളികളിൽ നിന്നുള്ള തെളിവ് ശേഖരണം, കട്ടിളപ്പാളിയിൽ നിന്നും സാമ്പിൾ ശേഖരണം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ തത്സമയ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തുമോ എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രധാന ചോദ്യമായി നിലനിൽക്കുന്നത്. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, ഇവരിലേക്ക് മാത്രം അന്വേഷണം ഒതുങ്ങുമോ? അതല്ല, ഇടത് സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന, ഇടത് സർക്കാരിൻ്റെ സംരക്ഷണ വലയത്തിലുള്ള 2019 ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള, ശബരിമലയുടെ പ്രധാന ആളുകളായി പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് നേതൃനിരയിലുള്ള ഇടത് സർക്കാരിൻ്റെ സംരക്ഷണ വലയത്തിലുള്ള ആളുകളുണ്ട്. അവരിലേക്ക് ഈ അന്വേഷണം എത്തുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുന്നത്. സംശയത്തിൻ്റെ നിഴലിൽ ഭക്തജനങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യവും ഇതുതന്നെയാണ്. കാരണം പത്മകുമാറിലേക്ക് അന്വേഷണം എത്തുന്നില്ല. മുരാരി ബാബുവിലേക്കും സുഭാഷിലേക്കും ഒപ്പം ഈ വാസുവിലേക്കും അടക്കമുള്ള ആളുകളുടെ അറസ്റ്റിൽ ഈ അന്വേഷണം ഒതുങ്ങുന്നു. മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാൻ ലഭിക്കുന്നില്ല, ഒപ്പം അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. രാഷ്ട്രീയ സമ്മർദ്ദം വലിയ രീതിയിലുണ്ട്. ഈ രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകാതിരിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ആശങ്ക നിലനിൽക്കുന്നത്. ഇത്രയും ദിവസമായിട്ടും പത്മകുമാറിനെ ചോദ്യം ചെയ്യലിനോ കസ്റ്റഡിയിൽ എടുക്കുന്നതിനോ അറസ്റ്റിനോ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അത് കൃത്യമായി തന്നെ അത് രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ പുറത്താണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു, അനുമേണ്ടിയിരിക്കുന്നു. ആ രാഷ്ട്രീയ ഒരു സംരക്ഷണത്തിൻ്റെ പുറത്ത് രാഷ്ട്രീയ ഒരു സംരക്ഷണം ഈ പത്മകുമാറിന് ഇടത് സർക്കാരിൽ നിന്നും ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം പ്രധാനപ്പെട്ട ഇടത് നേതാവാണ്, ഇടത് സർക്കാരിൻ്റെ സംരക്ഷണ വലയത്തിലുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ആളെ അറസ്റ്റ് ചെയ്ത് നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ
തയ്യാറാകുമോ, അല്ലെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ പേരിൽ ഈ SITക്ക് മുകളിൽ പ്രഹരം ഏൽപ്പിക്കുകയാണോ സർക്കാർ ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് നിലനിൽക്കുന്നത്.